അതിന്റെ സംഭവം ആസ് വെൽ ആസ് പോസിബിൾ കുറച്ച് പിഞ്ചി ഹൃദയങ്ങളുടെ കഥയാണ്. പക്ഷെ ഷെയ്ൻ അങ്ങനെയല്ല, സീനിനനുസരിച്ച് ആള് ആ സമയത്തെ മൂഡ് ചിലപ്പോൾ അങ്ങനെയായിരിക്കും. ചിലപ്പോൾ കുറച്ച് സീരിയസ് സീനാണെങ്കിൽ ഷെയ്ൻ ചിലപ്പോൾ കുറച്ച് സീരിയസ് ആയിരിക്കും. റൊമാൻറ്റിക് ഇനി ലോകത്ത് നോക്കാൻ ഒരു നായികയില്ല. ലാസ്റ്റ് അവസാനത്തെ ഓപ്ഷൻ ആയിരുന്നു അല്ല, അവസാനത്തല്ല, തന്നോടല്ല ആദ്യം ചോദിച്ചു. അപ്പൊ താൻ മറ്റേ തെലുങ്കോടെന്ന് പറഞ്ഞു, ഇയാള് ഭയങ്കര ബിസി എന്ന് പറഞ്ഞ് പോയതാ. അത് വേറെ കാര്യം കേട്ടോ. ഒരു വാലന്റൈൻസ് ഡേയും കൂടി ആണല്ലോ വരുന്നത്, ആരെങ്കിലൊക്കെ നമുക്ക് നോക്കണ്ടേ? ആയിട്ടില്ല, സമയമില്ല. ഷെയ്ൻ എൻജോയ് ചെയ്യുന്നത് എനിക്ക് ഒട്ടും സന്തോഷം. ഒരു സീനാണ് ഞാൻ ഈ മനുഷ്യന്റെ കൂടെ ആണല്ലോ തിയേറ്ററിൽ വന്നത്. ഇപ്പൊ എനിക്ക് അപ്പൊ നമുക്ക് എല്ലാവർക്കും എല്ലാ പടവും വർക്ക് ആവണമെന്നില്ല. പക്ഷെ എന്നാലും വർക്കായില്ല എന്ന് പറയാം. അതിനെ നശിപ്പിക്കാതിരിക്കുക എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. ട്രോൾ ചെയ്യാതിരിക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോ, കലാകാരന്റെ ഒക്കെ മനസ്സ് പിഞ്ച് ഹൃദയമായിരിക്കും. താങ്ക് യു. വെൽക്കം. അതെന്റെ ജീവിതം അങ്ങനെയാണ്, മനസ്സിലാക്കുന്നു. താങ്ക് യു. വെൽക്കം. സോ ഗുഡ് മോർണിംഗ് എവ്രി വൺ. അയ്യോ, കുറച്ച് ഉഷാറായിട്ടുള്ള ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ കേൾക്കട്ടെ. ഗുഡ് മോർണിംഗ്. യെസ്, അപ്പൊ നിങ്ങളും ഞാനും ഒക്കെ കുറച്ച് നിമിഷമായി ഇവരെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു, ആണോ? യെസ്, അബ്സല്യൂട്ട്ലി. ഷെയ്ൻ ചേട്ടാ, മഹിമ ചേച്ചി, ഇവര് വന്നപ്പോ തൊട്ട്, ഞാൻ വരുമ്പോ തൊട്ട് ക്വസ്റ്റ്യൻസ് എന്താ ചോദിക്കേണ്ടത്, ഇവരെ നേരിട്ട് കാണുമ്പോൾ എന്തൊക്കെ ചോദിക്കണം എന്നൊക്കെ ഇങ്ങനെ ഇവരെ പ്രിപ്പയർ ചെയ്തത് ഞാൻ കണ്ടിരുന്നു. ആൻഡ് ഇവര് പൊളിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% കോൺഫിഡൻസ് ഉണ്ട്. ആൻഡ് നമ്മുടെ RDX എന്ന മൂവിയിലെ ഹിറ്റ് പേയേഴ്സ് ആണല്ലേ ഇവര്. യെസ്, മിനി റോബോട്ടായി നമ്മുടെ ഇടയിൽ വന്നു. ഇപ്പൊ സിബി ആൻഡ് ശോഷയായിട്ടാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. സോ ഒരു ഉഗ്രം വെൽക്കം ഇവർക്ക് ചെയ്യാം. ഒരു നല്ലൊരു കയ്യടി കൊടുക്കും. യെസ്, താങ്ക് യു സോ മച്ച്. ആൻഡ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എസ്എച്ച് സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻസിലാണ്. അപ്പോൾ ഇവിടെ ഭാവിയിലത്തെ എന്താ പറയുക, ഒരുപാട് മീഡിയ പേഴ്സൺസ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. ചിലപ്പം ഈ കൂട്ടത്തിൽ ഒരു ഷെയ്ൻ നിഗമോ മഹിമ നമ്പ്യാരൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഡയറക്ടർമാരുണ്ടാവും, അല്ലേ? ആണോ? ഒന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾ തിരിച്ച് ഒന്ന് കോൺഫിഡന്റ് ആയിട്ട് പറ. സത്യം. യെസ്, അപ്പോൾ ബിഫോർ ഇന്ന് ഇവർ വന്നിരിക്കുന്നത് ലിറ്റിൽ ഹേർട്സ് എന്ന മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ്. സോ നിങ്ങൾ മീഡിയ സ്റ്റുഡൻസ് ആണ്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസും ഒരുപാട് ക്വസ്റ്റ്യൻസും ചോദിക്കാനുണ്ടാവും എന്ന് കരുതിയാണ് ഫസ്റ്റ് തന്നെ ഞാൻ ഇവരെ കൊണ്ട് ഇവിടെ എത്തിച്ചത്. യെസ്, ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറി ഒക്കെയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെയാണോ? ഒരു സ്റ്റോറി അല്ല, ഒരുപാട് സ്റ്റോറികളുണ്ട്. ഒരുപാട് റിലേഷൻഷിപ്സിന്റെ കഥയാണ്. ഞങ്ങൾ രണ്ടുപേരുടെ കഥ മാത്രമല്ല, എല്ലാവർക്കും ഈക്വൽ സ്പേസ് ഉള്ള ഒരു സിനിമയാണ്. ഓക്കെ, ഒരുപാട് സ്റ്റോറീസ് കാണാൻ പറ്റും. ഷെയ്ൻ ചേട്ടൻ അധികം മിണ്ടിയില്ലെങ്കിലും എന്തോ നമുക്ക് എല്ലാവർക്കും ഷെയ്ൻ ചേട്ടനെ ഒരു ഇഷ്ടമല്ലേ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അധികം മിണ്ടത്തൊന്നുമില്ല. അതിന്റെ കാരണം എനിക്ക് മനസ്സിലായി. അതാണ് ഷെയ്ൻ ചേട്ടാ, അധികം ഒന്നും മിണ്ടത്തില്ല. പെൺകുട്ടികളെ കാണുമ്പോൾ ജസ്റ്റ് ഒരു ചിരി അങ്ങനെ. എന്നാലും ഞങ്ങൾക്ക് എന്തോ ഇഷ്ടമാണ്. എന്താണ് കാരണം? ചിലപ്പോ മിണ്ടാത്തോണ്ടാണെങ്കിലോ, മിണ്ടി കഴിഞ്ഞ ഇഷ്ടം പോണ്ടെന്ന് വിചാരിച്ചാണോ? അപ്പൊ ഷെയ്ൻ ചേട്ടൻ എന്താണ് പറയാനുള്ളത്? അല്ല, സിനിമ ഒരു 2 ഫാമിലിയിൽ നടക്കുന്ന 3 റിലേഷൻഷിപ്സ് ആണ്. അതിൽ ഒരെണ്ണം ഈ പറഞ്ഞ പോലെ എൻ്റെ മഹിമയുടെ റിലേഷൻഷിപ്പാണ്. പിന്നെ എൻ്റെ ഫാദറായിട്ട് ബാബുരാജേട്ടനാണ്. സിബി ബേബിയുടെ ലവ് സ്റ്റോറി ഉണ്ട്. അതും ചെറുതായിട്ടൊരു ഹിൻഡിപ്പ് ടീച്ചറിലുണ്ട്. പിന്നെ ഒരു ലവ് സ്റ്റോറി ഉണ്ട്, അത് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല, സിനിമയുടെ മെയിൻ ഒരു പരിപാടിയാവും. അപ്പോൾ ഇങ്ങനെ പോകുന്ന 3 കഥകൾ സൈമിൾട്ടേനിയസ്ലി പറഞ്ഞു പോയി ചിരിപ്പിക്കാൻ വേണ്ടി മാത്രം ഉദ്ദേശിച്ച് അധികം ചിന്തിപ്പിക്കാനൊന്നുമില്ല. എന്നാൽ ലൈറ്റായിട്ടുള്ള ചെറിയ ഇമോഷൻ സാധനങ്ങളൊക്കെ ഉള്ള ഒരു ഫീൽ ഗുഡ് ഹാപ്പി ആയിട്ടുള്ള ഒരു എൻ്റർടൈനർ പരിപാടിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പം മിനി റോബോട്ടായിട്ടാണ് ആദ്യം ഞങ്ങളെല്ലാവരും നിങ്ങളെ ഏറ്റെടുത്തത്. നിങ്ങൾ വിചാരിച്ചിരുന്നോ ദൈവമേ ഞങ്ങളുടെ രണ്ടുപേരുടെ ഈ ഒരു കോംബോ ഇത്രത്തോളം മലയാളി പ്രേക്ഷകർ ആഘോഷിക്കുന്ന എപ്പോഴെങ്കിലും വിചാരിച്ചിരുന്നോ? ഇല്ല, ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഇത് ഭയങ്കര രസമാണല്ലോ കാണാമെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. സിനിമ റിലീസായപ്പോഴാണ് ആൾക്കാർ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് അത് ക്യാരക്ടേഴ്സിന്റെ ആയിരിക്കാം ഒരു പക്ഷെ റോബർട്ട് മിനി ആ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്ത രീതി കൊണ്ടായിരിക്കാം. അല്ല, ഇപ്പൊ ക്യാരക്ടറിന് അപ്പുറത്തേക്ക് അത് പറഞ്ഞ ഹാപ്പനിങ്സ് നമുക്ക് അങ്ങനെയൊക്കെ ഇതിനൊരു
RDXൽ ഇന്ന കാരണം കൊണ്ടാണ് ഈ രണ്ട് ഈ പേർ വർക്കൗട്ട് ആയെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അതിനൊരു കാരണം നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു ടൈം ആൻഡ് സ്പേസിൽ സംഭവിച്ചതായിട്ട് ഞാൻ വിശ്വസിക്കും. ഓക്കെ. ആ സമയത്ത് ചേച്ചി പറയുന്നുണ്ട് ഞാൻ ഷെയ്നായിട്ട് അധികം അങ്ങനെ അങ്ങനെ നമ്മൾ അങ്ങനെ സംസാരിച്ചിട്ടില്ല, അങ്ങനെ വളരെ ലൈറ്റ് ആയിട്ടൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളൂ എന്ന്. ആൻഡ് ലിറ്റിൽ ഹേർട്സിലേക്ക് വന്നപ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ആ ഒരു കെമിസ്ട്രി? കുറച്ചുകൂടെ വേണ്ടി. എക്സാക്ട്ലി. കാരണം നമ്മൾ ഒട്ടും അറിയാത്തൊരു ഒരു സ്ട്രേഞ്ചറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും ഓൾറെഡി ഒരു സിനിമ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെതായ ഒരു കംഫർട്ട് എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പം ലിറ്റിൽ ഹാർട്സിൽ വന്നപ്പോൾ അതിൻ്റെ ഒരു കംഫർട്ട് ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഷെയ്ൻ പൊതുവേ കുറച്ച് സംസാരം കുറവാണ്. പിന്നെ സംസാരിക്കാൻ തുടങ്ങിയ നല്ലോണം സംസാരിക്കും. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹിസ് മൂഡ്. ആൻഡ് ഓൾസോ ഞാൻ പിന്നെ അറിഞ്ഞിട്ടാണല്ലോ എല്ലാം സംസാരിക്കുന്നത്. അങ്ങനെയൊക്കെ സംസാരിക്കും, അത്രേ ഉള്ളൂ. ഷെയ്ൻ പിന്നെ എന്താന്ന് വെച്ചാൽ ഞാൻ അത്ര അങ്ങോട്ട് ഫോക്കസ്ഡ് ഒന്നും ആയിരിക്കില്ല. ചിലപ്പോൾ സീൻ ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സീൻ ഇങ്ങനെ ചെയ്യണം, എനിക്ക് അങ്ങനെ ചെയ്യണമെന്നൊന്നും ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല. ഞാൻ അങ്ങനെ കുറച്ചിങ്ങനെ മേലോട്ടാണല്ലോ. പക്ഷെ ഷെയ്ൻ അങ്ങനെയല്ല. സീനനുസരിച്ച് ആള് ആ സമയത്തെ മൂഡ് ചിലപ്പോൾ അങ്ങനെയായിരിക്കും. ചിലപ്പോൾ കുറച്ച് സീരിയസ് സീനാണെങ്കിൽ ഷെയ്ൻ ചിലപ്പോൾ കുറച്ച് സീരിയസ് ആയിരിക്കും. ഫൺ സീൻ ആണെങ്കിൽ പുള്ളിക്കാരൻ ഫണ്ണായിരിക്കും. റൊമാൻറ്റിക് ആണെങ്കിൽ ഷെയ്ൻ ഒന്നും മിണ്ടൂല. അല്ല, അത് നിങ്ങൾ ചോദിക്കാൻ പോയ ചോദ്യം മുൻകൂട്ടി ഒരു പടി മുന്നിൽ. എങ്ങനെയായിരിക്കും റൊമാൻറ്റിക് സീൻ ആണെങ്കിൽ ഷെയ്ൻ ഓർമ്മ വരുന്നില്ല. സൈലന്റ് ആയിരിക്കും, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. സൈലന്റ് ഒക്കെ ആയിരിക്കും. വാലന്റൈൻസ് ഡേയും കൂടി ആണല്ലോ വരുന്നത്. ആരെങ്കിലൊക്കെ നമുക്ക് നോക്കണ്ടേ? ആയിട്ടില്ല, സമയമില്ല. അപ്പൊ സാരില്ല, സമയമായിട്ടില്ല എന്നാണ് താങ്കൾ. ഇവരുടെ ഒരു പ്രതിനിധിച്ച് ചോദിച്ച ചോദ്യമായിരുന്നു, തളർത്തി കളഞ്ഞ ടൈമുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ ഇനി ഇവരാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ആക്ച്വലി റെഡി ആയിട്ട് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ SH സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻസിലെ നല്ല ബ്രില്യന്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. സോ ഓവർ ടു. നിങ്ങൾ എന്തെങ്കിലും വെൽക്കം സ്പീച്ച് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? വെൽക്കം സ്പീച്ച് അല്ല, ചുമ്മാ ഒരു പ്രാർത്ഥന കാര്യത്തിൽ അല്ല, ഒന്നുമില്ലല്ലോ. ഡയറക്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് പോവല്ലേ? ഓക്കെ, ആദ്യം തന്നെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ചോദിച്ചോ, കുഴപ്പമില്ല. ഇപ്പോൾ വാലന്റൈൻസ് ഡേ വെച്ചിട്ട് തന്നെ തുടങ്ങണം അത്. അപ്പോൾ വാലന്റൈൻസ് ഡേ ആണല്ലോ, കഴിഞ്ഞിട്ടാണല്ലോ ഫിലിം റിലീസ് വരുന്നത്. അപ്പോൾ ഞാനിപ്പോഴാണ് എൻ്റെ ടീച്ചർ കാണുന്നത്. ഇഷ്ടപ്പെട്ടോ ടീച്ചർ? കോഴ്സ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് ക്വസ്റ്റ്യനായിട്ടൊന്നുമില്ല, ജസ്റ്റ് പറയാനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു വാലന്റൈൻസ് ഡേ കഴിഞ്ഞിട്ടൊരു ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ളൊരു ലവ് സ്റ്റോറി ആയിരിക്കും കേരളത്തിന് കംപ്ലീറ്റ് ആയിട്ട്. ലവ് സ്റ്റോറികൾ കാണാൻ പറ്റുന്ന. അതെ, ഫ്രഷ് ആണ്. ഒരു ഫ്രഷ് പരിപാടിയൊക്കെ ഉണ്ട് അത്ര എന്ന് വെച്ചാൽ മറ്റേ ഭയങ്കര ഇന്നുവരെ ലോകത്ത് കാണാത്ത പരിപാടിയൊന്നും പറയരുത്. അത്രയും നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പാടില്ലല്ലോ. ബേസിക്കലി ഒരു ഫാമിലി എന്റർടൈനർ ടെംപ്ലേറ്റിൽ തന്നെ കോമഡിക്ക് പ്രാധാന്യമുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്കൊരു വലിയൊരു സന്തോഷം. മോനെ അറിയേണ്ടത് ഫ്രഷ് ആയിട്ടുള്ള ലവ് സ്റ്റോറിയാണ്. ഇനി അവനെ ഫ്യൂച്ചറിൽ ഉപകാരപ്പെടുമോ, എന്തെങ്കിലും ട്രിക്സോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടോ എന്ന് അറിയാൻ പാവം ചോദിച്ചതാണ്. ഓക്കെ, നെക്സ്റ്റ്. ടീച്ചർ നമ്മൾ കണ്ട സമയത്ത് ഷെയ്ൻ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള ക്യാരക്ടറിനൊക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്ലോട്ട് കൊണ്ട് തന്നെ ആ കഥാ പശ്ചാത്തലം കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ കുറച്ച് കോമഡി, നമ്മുടെ പഴയ മഹീന്ദ്ര ജീപ്പ് ഓടിച്ചു പോകുന്നു, അതുപോലെ തന്നെ ഈ തോട്ടത്തിൽ ഏലത്തോട്ടത്തിൽ പണി ചെയ്യുന്നു. അപ്പം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണല്ലോ താൻ ചെയ്യുന്നത്. അപ്പം അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷൂട്ടിങ് ചെയ്യുന്ന സമയത്തും ആ ഒരു ഹൈ റേഞ്ച് സ്ഥലത്തുള്ള ആ ലൊക്കേഷനും എക്സ്പീരിയൻസ്. ഇപ്പോൾ ഈ ജീപ്പിന് വെച്ച് തുടങ്ങുന്ന സമയത്ത് വന്നൊരു ദിവസം, ഒരു 2 ദിവസം മുമ്പ് വന്നായിരുന്നു ഞാൻ ഷൂട്ടിങ്ങിന്. അപ്പോൾ വന്നിട്ട് ഒരു തവണ 2 തവണ ഇപ്പം ജീപ്പ് ഒന്ന് ഓടിച്ചു നോക്കി. അവിടുത്തെ കുറച്ച് ഏരിയാസിലല്ലാണ്ടും കുറച്ച് റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ജീപ്പ് ഒന്ന് ഓടിച്ചു. അപ്പോൾ നമുക്ക് ഈ ജീപ്പ് ഓടിക്കുമ്പോഴത്തേക്കും അയാൾ ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ജീപ്പ് ഓടിക്കുമ്പോൾ അറിയാനത്ത് നല്ല ഇച്ചിരി പണിയാണ് ഈ പരിപാടി നമ്മുടെ കയ്യിലേക്കൊന്ന് ഒതുങ്ങി കിട്ടുക. അപ്പോൾ അത് ഈ ക്യാരക്ടർ ഡെയിലി ഓടിക്കണമായിട്ട് നമുക്ക് സ്ക്രീനിൽ കാണിക്കണമല്ലോ. അപ്പോൾ അതൊരു പരിപാടി ചെയ്ത്. പിന്നെ വന്നത് സ്ലാങ് ആണ്, കട്ടപ്പന സ്ലാങ്. എൻ്റെ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് ഞാൻ സംസാരിച്ച എറണാകുളം ഭാഷ വരും. അത് വരാതിരിക്കാനുള്ള ശ്രമങ്ങളും പിന്നെ കട്ടപ്പനയിലേക്ക് എനിക്ക് അഡാപ്റ്റ് ആവാൻ പറ്റുന്ന രീതിയിലേക്ക് ഞാൻ ഒരു പരിപാടി പിടിച്ചിട്ടുണ്ട്. മേജർ ലൊക്കേഷൻ കട്ടപ്പന തന്നെയായിരുന്നു അതോ? ആയിരുന്നല്ലേ? കട്ടപ്പന തന്നെയായിരുന്നു. ഞങ്ങളുടെ ജനറേഷന് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയ ക്യാരക്ടേഴ്സ് ചെയ്ത ആളാണ് ഷെയ്ൻ ചേട്ടൻ. ജെൻസി റൊമാൻസ് ആണെങ്കിലും വിഷമങ്ങൾ, മാനസിക സംഘർഷങ്ങളെല്ലാം ഭയങ്കര കണക്റ്റ് ആവാറുണ്ട് ഇമോഷണലി. അതുകൊണ്ടാന്ന് തോന്നുന്നു ഞങ്ങൾക്ക് ഇത്ര ഇഷ്ടം. അപ്പോൾ
അതുകൊണ്ട് തന്നെ അധികം മുണ്ടെടുത്ത റോളുകൾ കണ്ടിട്ടില്ല. അപ്പൊ മുണ്ടെടുത്ത് ചെയ്യുന്നില്ല എന്നുള്ളത് ഈ പടത്തിനോട് ഭയങ്കര അട്രാക്ഷൻ തോന്നിയൊരു കാര്യമാണ്. അത് ഡെലിബറേറ്റ്ലി ചെയ്തതാണോ അതോ കോയിൻസിഡൻസ് ആണോ? ക്യാരക്ടർ അവിടെ മുണ്ടെടുക്കാനുള്ള സാധ്യതയുള്ളൂ. കാര്യം ഇയാൾ ഒന്നാമത്തെ കാര്യം ഏലം പരിപാടിയായിട്ട് നിൽക്കുന്ന മാനേജിങ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ പോലും എന്നാൽ അവിടെ ഈ പറഞ്ഞ പോലെ മറ്റേ സാധാരണ മുണ്ടെടുത്ത് പണിക്ക് ഇറങ്ങുന്ന ഒരു മച്ചാനാണ്. പിന്നെ ഇയാൾ ഈ പറഞ്ഞ പോലെ ജീപ്പൊക്കെ ഓടിച്ച് നടക്കണം. അവിടെ കൂടുതലും ഈ പറഞ്ഞ പോലെ ഈ ജീപ്പ് ഈ മുണ്ട് ഇങ്ങനെ എടുത്ത് ഇടയിൽ കുത്തിയിട്ട് മടക്കൂലല്ല, ഇങ്ങനെ എടുത്തിട്ട് ഇടയിൽ കുത്തുണ്ട്. അത് അവരൊരു പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ നടക്കുന്നൊരു മച്ചാനായതുകൊണ്ട് മുണ്ടായിരിക്കും അതിനൊരു. പിന്നെ ഒരു സീനിൽ മാത്രമേ ഇയാൾ ജീൻസ് ഷർട്ട് ഇടുന്നുള്ളൂ, അല്ലാണ്ടുള്ള ഒരു പരിപാടി ഇടുന്നുള്ളൂ. അതിപ്പോൾ ഇതിനകത്ത് കാണിച്ചിട്ട് മുടിയൊക്കെ ആ ക്യാരക്ടറാണ് ബേസിക്കലി പറഞ്ഞ ചീപ്പൊക്കെ വെച്ച് കിടക്കണം. അങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടില്ലേ? അങ്ങനത്തെ ഒരു അത് ആ ലൊക്കാലിറ്റിയിൽ നിന്ന് എന്ന് വെച്ച് ഭയങ്കര അവിടുത്തെ ഒരു യൂത്ത് അല്ല അയാൾ. ഒരു അവിടുത്തെ ഒരു 90s കിഡാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. കുറച്ച് ഇപ്പോഴത്തെ പരിപാടിയിൽ കണ്ടംപററിയിൽ സെറ്റ് അല്ല അയാൾ. അയാൾക്ക് ഇന്നത്തെ തോട്ട്സും ഐഡിയാസും മനസ്സിലാവുമല്ലോ. അങ്ങനത്തെ ഒരു ക്യാരക്ടർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മുണ്ട്. അയാൾക്ക് ഒരിക്കലും ഒരു ജീൻസ് ഒന്നും എടുത്ത് നടക്കണം. അയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇടയ്ക്കുമല്ല കല്യാണത്തിനൊക്കെ ഇട്ടെന്ന് പറഞ്ഞ പോലത്തെ ഒരു അങ്ങനത്തെ ഒരു മൂടുള്ളൊരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഹായ്, പേരിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയാമോ? ലിറ്റിൽ ഹാർട്ട്സ് എന്നുള്ള കുറച്ച് പിഞ്ച് ഹൃദയങ്ങളുടെ കഥയാണ്. അതാണ് ലിറ്റിൽ ഹാർട്ട്സ്. പിന്നെ എല്ലാത്തിനും ഉപരി ഇപ്പം പേരിടുന്നത് വലിയൊരു ചടങ്ങാണ്. ഇപ്പം സിനിമയ്ക്ക് പേര് നമുക്ക് വലിയ അടിപൊളി കഥയൊക്കെ ഉണ്ടാക്കാം, പക്ഷെ അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന, അതിനെ ബ്രാൻഡ് ചെയ്യാനും കൂടെ പറ്റുന്ന പേര് വേണം. ഇപ്പം നമുക്ക് ഇതിന് മുമ്പുള്ള കുറച്ച് ഓപ്ഷൻസ് പേരുണ്ടായി. ഞാനിപ്പോൾ പറയുന്നില്ല പേര്, ചിലപ്പോൾ നിങ്ങൾ മറ്റേ അയ്യേന ഇപ്പോൾ അങ്ങനത്തെ കുറച്ച് ക്രിഞ്ച് പേരുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാനും കുറേ നേരം സംസാരിച്ച് വന്നപ്പോൾ ഓക്കെ ഒരു ഇടയിൽ കിട്ടിയ ഒരു പരിപാടിയാണ് ഈ ലിറ്റിൽ ആർട്സ്. അപ്പോൾ എനിക്ക് ഈ പേര് വർക്കായി. കാര്യം എന്തോ ഒരു ക്യൂട്ടായിട്ടുള്ള കുഞ്ഞിപ്പേര്, അത് ഈ പടത്തിൻ്റെ മൊത്തത്തിലൊരു പരിപാടിക്കും വർക്കാന്ന് തോന്നി. പിന്നെ പടത്തിൽ കൂടുതൽ ഈ പേരിലേക്ക് സിഗ്നിഫിക്കൻ്റ് ആക്കാനായിട്ട് ഇപ്പം അല്ല സീനിലും ഉണ്ടായിരുന്നു ഈ മറ്റേ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അത് ആ ഒരു പരിപാടി ഉണ്ടായിരുന്നു പടത്തിലുണ്ട്. അത് എന്ന് വെച്ചാൽ അത് ഭയങ്കര ഇമ്പോർട്ടൻസ് എന്നുള്ളതല്ല, പക്ഷെ അതിനകത്തുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തപ്പോഴത്തേക്കും ഈ 3 ലവ് സ്റ്റോറിക്കൊക്കെ മാച്ച് ആവുന്ന ഒരു പേരായിരിക്കും ലിറ്റിൽ ഹാർട്ട്സ് എന്ന് തോന്നിയിട്ടാണ് ഇതിലേക്ക് വന്നത്. അപ്പൊ ലിറ്റിൽ ഹാർട്ട്സ് ആ ബിസ്ക്കറ്റായിട്ട് യാതൊരുവിധ ബന്ധവും അല്ലേ? ആ ബിസ്ക്കറ്റ് സീനിൽ കാണിക്കുന്നുണ്ടെന്നല്ലാതെ പറഞ്ഞു. എന്റെ ഒരു ക്വസ്റ്റ്യൻ അതായിരുന്നു, ആ ബിസ്ക്കറ്റിലായിട്ട് എന്തെങ്കിലും ബിസ്ക്കറ്റുമായിട്ട് സിനിമയ്ക്ക് യാതൊരു ഓക്കെ നെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ എൻ്റെ ചോദ്യം വെച്ചാൽ ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പം എത്ര സമയം എടുക്കും ആ ക്യാരക്ടറിലോട്ട് കയറാനായിട്ട്? ലൈക്ക് ആ ക്യാരക്ടർ ഫുള്ളി കംപ്ലീറ്റ്ലി ആകാനായിട്ട് ടൈം എടുക്കും. പക്ഷെ അത് ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോന് ക്ലിയർ ആവും. ഇപ്പം ഞാൻ അടുത്ത എൻ്റെ ഒരു പരിപാടി കുറച്ച് ദിവസത്തിൽ തുടങ്ങും. അത് ഒരു തമിഴിൽ അനൗൺസ്മെൻറ്റ് വന്നായിരുന്നു, ഒരു മദ്രാസ്കാരൻ എന്നിട്ട് പടത്തിൻ്റെ. അപ്പം ആ പരിപാടിയിൽ അതിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു പ്രോസസ്സ് എനിക്ക് എല്ലാ ദിവസവും എൻ്റെ ജീവിതത്തിൽ ഇപ്പം നിങ്ങളോട് സംസാരിക്കുമ്പോഴും എല്ലാത്തിലും പതുക്കെ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലുണ്ടാവും. ഇത് ഞാൻ ഡെലിബറേറ്റ്ലി ഒരു കാര്യം ഇരുന്ന് ചെയ്യുന്നില്ല. ഓക്കെ ഇങ്ങനെ എക്സ്പ്രഷൻ ഇടാം, ഇങ്ങനെ പരിപാടി ചെയ്യാം, അങ്ങനെ ഒരു പ്രോസസ്സ് എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അറിയില്ല. ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് മുഖം കാണിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാറിനോടാ. അതൊരു ഫ്ലോയിൽ ഇങ്ങനെ പരിപാടി വരുമ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ടെന്നും പറഞ്ഞ് ഞാൻ ഡയറക്ടറായിട്ട് ഇരുന്നിട്ട് ഓക്കെ ഈ സീനിൽ ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാമെന്നൊന്നും പ്ലാൻ ചെയ്തില്ല. കുറേ കാര്യങ്ങൾ അപ്പം അങ്ങനെ വരും. അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ സത്യം പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഒരു 1.5 മാസം ആ മൈൻഡ് സെറ്റിൽ ഞാൻ സബ് കോൺഷ്യസ്ലി വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവാം. ഇപ്പോൾ ഒരു ഭയങ്കരമായിട്ടൊക്കെ ഇങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്യുന്നില്ല. ഇപ്പോൾ ജീപ്പ് ഓടിക്കണത്, ഇപ്പോൾ ഫിസിക്കൽ വർക്ക്, ഇപ്പോൾ RDXന് വേണ്ടി കുറച്ച് ട്രെയിനിങ് കരാട്ടെ പരിപാടി അത് നമുക്ക് ചെയ്യണം. നമുക്ക് ഒരിക്കലും അല്ലാണ്ട് നമ്മുടെ ശരീരം പോയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. മറ്റേ വർക്ക് എൻ്റെ ഉള്ളിൽ കിടക്കുന്ന പരിപാടി, അത് എപ്പോഴും ചെറുതായിട്ടൊക്കെ ഇപ്പോഴും ഞാൻ അത് ആദ്യം പറഞ്ഞ എന്ന് വെച്ചാൽ അടുത്ത തുടങ്ങാൻ പോകുന്നതിൻ്റെ വർക്ക് ഞാൻ ഇപ്പോഴും എൻ്റെ തലയിൽ ഉണ്ടാവാം. എനിക്കറിയില്ല, അത് ഞാനൊന്നും ചെയ്യുന്നില്ല, അതാണ് സംഭവം. താങ്ക് യു. സോ RDX കഴിഞ്ഞിട്ട് ഇപ്പം ലിറ്റിൽ ഹാർട്ട് എന്ന് പറഞ്ഞ ഫിലിം ചെയ്യുന്നുണ്ട്. സോ RDXൽ ഫുള്ളും കരാട്ടെ ബേസ് അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. അപ്പം ലിറ്റിൽ ഹാർട്ട് ഫുള്ളും റൊമാൻസ് മാത്രമായിരിക്കും, അല്ലാതെ സ്റ്റണ്ടിങ്സും കൂടെ കാണും. ഒരൊറ്റ ഫൈറ്റേ ഉള്ളൂ, അതൊക്കെ കുഞ്ഞു ഫൈറ്റാണ്. അത് പടത്തിൽ ബ്രോ ഈ പടം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ടൈമിലുണ്ടായിരുന്ന ഒരു എൻ്റർടൈനർ മൂവി ഉണ്ട്, ഫാമിലി എൻ്റർടൈനർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ദിലീപേൻ്റെ കുറച്ച് പടങ്ങളുണ്ടായിരുന്നല്ലോ. നമ്മളൊരു ടൈമിൽ എൻജോയ് ചെയ്തിരുന്ന കുറേ സിനിമകളുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ജോണറിലുള്ള നമ്മളുടേതായ ഒരു ഇന്നത്തെ ഒരു പരിപാടിയിൽ പിടിച്ചൊരു സംഭവമാണ്. അപ്പോൾ RDX എന്താണ് നമ്മൾ പറയുന്നത്, ഓക്കെ ആക്ഷൻ എൻ്റർടൈനർ എന്ന് പറഞ്ഞ സാധനമാണെങ്കിൽ ഇത് ഫാമിലി എൻ്റർടൈനറാണ്. അതിലൊരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്, പക്ഷെ അതിന് മാത്രം ആക്ഷന് ഇമ്പോർട്ടൻസ് ഈ സിനിമയ്ക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അതിനുള്ളൊരു സ്പേസിങ് ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു മൂഡിലുള്ളൊരു പരിപാടിയാണ്. കുറച്ച് ലൈറ്ററാണ്, കുറച്ച് ഭയങ്കര മറ്റേ ആ പരിപാടിയൊന്നുമല്ല, സിമ്പിളാണ്, കുറച്ച് കൂടുതലും ഫണ്ണാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഫൈറ്റ് പോലും ഒരു പോയിന്റിൽ അതൊരു
ഫണ്ണി ആയിട്ട് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്തേക്കണം. നമ്മൾ ഭയങ്കര മറ്റേ സീരിയസ് ആയിട്ട് സ്ലോ മോഷൻ നടന്ന അങ്ങനത്തെ പരിപാടിയല്ല പടം. പിന്നെ മാമിനോടും കൂടെ ഒരു ചോദ്യം. അപ്പം മാം ഫസ്റ്റ് ഫിലിം തോന്നുന്നു തമിഴ് ഇൻഡസ്ട്രിയിലാണെന്ന് തോന്നുന്നു. സോ തമിഴിൽ അല്ല, മലയാളത്തിലായിരുന്നു കാര്യസ്ഥനിൽ റിലീവായിട്ട് അനിയത്തിയായിട്ട് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് തമിഴിലേക്ക് പോയി. അപ്പം റീസെൻ്റ് ആയിട്ട് ഒന്ന് ചന്ദ്രമുഖി 2 ആണെന്ന് തോന്നുന്നു. സോ രാഘവൻ ലോറൻസ് സാറിന് കണ്ടിട്ട് എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം പുള്ളിക്കാരൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ജനറൽ ഒപ്പീനിയൻ എന്താണെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ പുള്ളിക്കാരൻ്റെ ഹൊറർ മൂവീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ thoroughly എൻജോയ് വാച്ചിങ് ഹിസ് ഫിലിംസ്. അപ്പം അങ്ങനെ ഒരു വലിയൊരു സ്റ്റാർ കാസ്റ്റിൻ്റെ കൂടെ ഇത്രയും വലിയൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഏതൊരു ആർട്ടിസ്റ്റിനും ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ബട്ട് പുള്ളിക്കാരൻ്റെ കൂടെ ഡാൻസ് ചെയ്യാന്നുള്ളത് കുറച്ചൊരു ടെൻഷനുള്ള ആയിരുന്നു. ബട്ട് അതൊക്കെ നന്നായിട്ട് കഴിഞ്ഞു. ആൻഡ് ഐ എം വെരി ഹാപ്പി ദാറ്റ് ഐ എം പാർട്ട് ഓഫ് ദാറ്റ് ഫിലിം. താങ്ക് യു. ആൻഡ് ലേഡീസ് ആരും ഒന്നും ചോദിച്ചിട്ടില്ല. ചോദിക്കാൻ വന്നാൽ ഇരുന്നു പോയി. ഓക്കെ, ലൈക്ക് മൂവീസ് ആകുമ്പോൾ നമ്മൾ ആക്ട് ചെയ്യുന്ന സമയത്ത് ഇംപ്രവൈസേഷൻസ് ഒരുപാട് ഉണ്ടാവുമല്ലോ. സോ അങ്ങനെ ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം പേഴ്സണലി ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ? ലൈക്ക് രണ്ടുപേരുടെയും എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? പെട്ടെന്ന് ഓർക്കുന്ന ഈ ടീച്ചറിലെ ലാസ്റ്റ് ഡയലോഗ് ഇല്ലേ, അത് ഇംപ്രവൈസ്ഡ് ആണ്. ആ സ്പോട്ടിൽ ഇംപ്രവൈസ് ചെയ്തതാ. എന്റെ ക്ഷമയെ പരീക്ഷിക്കുന്നത് സ്ക്രിപ്റ്റ് ഇല്ലാത്ത സാധനം. ഓക്കെ. അല്ല, ഷെയ്ൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പം ഷെയ്ൻ ഞങ്ങൾ ഈ സിനിമയിൽ വർക്ക് ചെയ്ത പല സീൻസും എന്താണെന്ന് പറഞ്ഞാൽ ഇരുന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ചെയ്ത സീൻസ് ഒരുപാടുണ്ട്. എനിക്കൊന്നും ഇതിനു മുമ്പ് ഞാനിങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും ഒരു പക്ഷേ. ആ സ്പേസ് ഇല്ലാത്തതുകൊണ്ടും കൂടെ പെർഫോം ചെയ്യുന്ന ആളുടെ കൂടെ ആ കംഫർട്ട് ഇല്ലാത്തത് കൊണ്ടും ആയിരിക്കാം. ഇങ്ങനെ മുന്നേ നമ്മൾ ചെയ്തു നോക്കുക സീൻ അതേ സ്പോട്ടിലിരുന്ന് നമ്മൾ എവിടെയാണോ ഷൂട്ട് ചെയ്യുന്നത് ആ ഏരിയയിലിരുന്ന് നമ്മൾ 2-3 തവണ ചെയ്ത് നോക്കുക, അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ചിലപ്പോൾ ആ കംഫർട്ട് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. ഈ മൂവിയിൽ പല സീൻസും നമ്മൾ അങ്ങനെ ചെയ്തു. എല്ലാ സീനും ഞങ്ങൾക്ക് സമയം കിട്ടിയ എല്ലാ സീനും ഞങ്ങൾ നല്ല രീതിയിൽ ഇംപ്രവൈസ് ചെയ്ത്. പിന്നെ സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഈ പടത്തിനെ സംബന്ധിച്ചിട്ടുള്ള 60% സീനുകൾ ഞങ്ങൾ വളരെ ഇംപ്രവൈസ് ചെയ്തും സമയമെടുത്ത് ഷൂട്ട് ചെയ്തത്. ബാക്കി 40% നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു എന്തൊക്കെ പറഞ്ഞാലും ഒരു കൺസ്ട്രെയിൻ ഉണ്ടാവുമല്ലോ. ബഡ്ജറ്റ് കൺസ്ട്രെയിൻ, ഇത്ര ദിവസത്തിൽ തീർക്കണം, ആർട്ടിസ്റ്റ് ഡേറ്റ്, അത് ഇത് ലൊക്കേഷൻ അവൈലബിലിറ്റി, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു ദിവസം ഡിമാൻഡ് ചെയ്യേണ്ട സീൻ ചിലപ്പോൾ നമുക്ക് 4 മണിക്കൂർ കൊണ്ട് തീർക്ക് എന്ന് പറഞ്ഞൊരു സീനിലും തീർക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സീനുകൾ നമുക്ക് ഒരിക്കലും ഇംപ്രവൈസേഷൻ പോസിബിൾ അല്ല. കാരണം എങ്ങനെയും സീൻ പറഞ്ഞ് എങ്ങനെയും പെട്ടെന്ന് തീർത്ത് സ്ഥലം കഴിച്ചില്ലാന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൽ കുറേ സീനുകൾ ഞങ്ങൾ തമ്മിലുള്ള മിക്ക സീനുകളും പക്ഷേ അങ്ങനെ നമുക്ക് അധികം ടൈം കൺസ്ട്രെയിൻ ഇല്ലാണ്ട് കുറേ സീനുകൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അതിൽ നടന്നിട്ടുള്ളതിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഓർ ഫണ്ണി ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ പ്ലീസ് ഷെയർ. മേലെ സിനിമ തന്നെ ഒരു ഫൺ പരിപാടിയാണ്. ആ സീൻസ് ഇപ്പൊ ഞങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല, അത് പോയി പോകും. അത് നിങ്ങൾ ചിലപ്പോൾ സ്ക്രീനിൽ അത് കാണുമ്പോൾ മനസ്സിലാവും. ഭയങ്കര സ്പോണ്ടേനിയസ് ആയി നടന്ന കുറച്ച് കാര്യങ്ങളുണ്ട് സിനിമയിലൊക്കെ, അത് കാണുമ്പോൾ. അല്ലെങ്കിൽ ഓഫ് സ്ക്രീൻ ഫണ്ണി മൊമെന്റ്സ് എന്തെങ്കിലും? ഓഫ് സ്ക്രീൻ ഞങ്ങൾ ഇത് എങ്ങനെയും തീർത്ത് വരാനുള്ള കാരണം ഈ കട്ടപ്പനയിൽ ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. കാരണം ലൈറ്റിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും, മഞ്ഞ്, 5 മണിക്ക് ലൈറ്റ് പോകും. അങ്ങനെയൊക്കെ തന്നെ ആകുമ്പോൾ തന്നെ പിന്നെ ഹോട്ടലിൽ നിന്ന് ട്രാവൽ ചെയ്ത് ലൊക്കേഷനിൽ എത്താൻ 1 മണിക്കൂർ വേണം. അപ്പൊ അങ്ങനെ അതിൻ്റെതായ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഷൂട്ട് ചെയ്യുന്ന ടൈം വളരെ എൻജോയബിൾ ആയിരുന്നു. കാരണം സിനിമയും ആ രീതിയിലായതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു എനിക്ക്. പിന്നെ ലിറ്റിൽ ഹാർട്സ് എന്ന് പറയുന്ന സിനിമ ഒരുപാട് പേരുടെ ഇപ്പം നേരത്തെ ഷെയ്ൻ പറഞ്ഞ പോലെ ഒരുപാട് റിലേഷൻഷിപ്സും ഇന്നസെന്റ് ആയ കുറെ ആൾക്കാരുടെ കഥയൊക്കെ പറയുന്ന സിനിമ. അപ്പം ഞങ്ങൾ 2 പേര് മാത്രമുള്ള സീൻ അങ്ങനെയൊന്നും അല്ല. മോസ്റ്റ് ഓഫ് ദി സീൻസിലും എല്ലാവരും ഉണ്ടാവും. ഇപ്പം എല്ലാവരും ബാബുരാജേട്ടനും പിന്നെ രഞ്ജി സാറും മാല പാർവതി ചേച്ചിയും ഞങ്ങളെല്ലാവരും, ജാഫ്രിക്ക, ഷൈൻ ചേട്ടൻ, ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കൂടെ വരുമ്പം എപ്പോഴും അതൊരു ഫൺ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഞങ്ങൾ ഈ നൈറ്റ് ഷൂട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ മുറ്റത്ത് എല്ലാവരും ഇരുന്ന് ഞങ്ങൾ സംസാരിക്കും, തമാശ പറയും. അതൊക്കെ ഒരു ഫണ്ണായി. ഷൈൻ ചേട്ടൻ ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ഫണ്ണായിരിക്കുമല്ലോ. ഞാനിന്ന് റീല് കണ്ടായിരുന്നു, ഇങ്ങനെ ലൈറ്റ്സ് റൗണ്ട് ചെയ്യുന്നതും നിങ്ങൾ ഇങ്ങനെ സെന്ററിൽ നിൽക്കുന്നത്. അതാ ബർത്ത്ഡേ സെലിബ്രേഷന്റെ സമയത്ത് അത് നമ്മളിങ്ങനെ കറങ്ങില്ലേ, മറ്റേ ക്യാമറ എന്തോ അതിന് പറയല്ലോ, ഗോപ്രോ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ കറങ്ങില്ലേ. അതിന്റെ പേരെന്താ? 360 എന്ന് പറയുന്ന ആംഗിളായിരിക്കും ഉദ്ദേശിക്കുന്നത്. എന്താണ് അതിന്റെ പേര്? ആ സാധനത്തിന് എന്താ പറയാ? ഞങ്ങൾക്ക് ആ സിലബസിൽ ഇല്ല, ഞങ്ങൾക്ക് പഠിക്കാനില്ല. ആംഗിൾ ആയിരിക്കും. കാരണം 360 ചുറ്റുന്നത് സംഭവം എന്താണെന്ന് അറിയോ, ആ ഒരു പ്ലാറ്റ്ഫോമിനും ആ മൊത്തം പരിപാടിക്കും കൂടെ എന്തോ ഒരു പേര് പറയും. അതെന്താ എനിക്ക് ഓർമ്മയില്ല. വീഡിയോ ബൂത്ത്. യെസ്. ഈ ലിറ്റിൽ ആർട്സ് സിനിമ എപ്പോഴാ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തേ?
എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ 10 ദിവസം കഴിഞ്ഞിട്ടല്ലേ ജോയിൻ ചെയ്തത്. 10 20 ദിവസം. ആണോ? ലൈക്ക് ഈ RDX കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഈ കപ്പിൾ ഇങ്ങനെ ഹിറ്റ് ആയ സമയത്ത് നിങ്ങൾ ഡയറക്റ്റ് കാസ്റ്റ് ചെയ്യുമായിരുന്നോ അതോ? അതിന്റെ സംഭവം ആസ് വെൽ ആസ് പോസിബിൾ പടം ഷൂട്ട് തുടങ്ങി 2ാമത്തെ ദിവസം തന്നെ നമ്മുടെ ഓൾറെഡി ഉണ്ടായ നായിക മാറുന്നു. ഞാൻ ആയിരുന്നില്ല. ഓൾറെഡി ഉണ്ടായിരുന്ന നായികര് ആയിരുന്നില്ല. അത് ഒരു പ്രൊമോ വീഡിയോ ചെയ്തായിരുന്നു ഞങ്ങൾ, ഒരു സ്പൂഫ് പോലെയൊക്കെ വെച്ചിട്ട്. അതിൽ അനഘയായിരുന്നു നായിക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഇൻട്രൊഡ്യൂസ്. അപ്പൊ ഷൂട്ട് തുടങ്ങി 2 ദിവസം മുമ്പ് അത് ഷൂട്ട് ചെയ്തത്. ഞാൻ മറ്റേ മാലാഖനൊക്കെ പോലെ വന്ന് ഇറങ്ങിയതാണ്. അത് ഞാൻ പറയട്ടെ. അല്ല സിറ്റുവേഷനിൽ മാലാഖ തന്നെയായിരുന്നു. കാര്യം ഞങ്ങൾ അല്ലെങ്കിൽ ഷൂട്ട് കഴിഞ്ഞ് എന്ത് ചെയ്യുന്ന ഒരു ഘട്ടം ഉണ്ടായി. 2ാമത്തെ ദിവസം നായിക എന്തോ ഒരു അവരുടെ പേഴ്സണൽ ഇൻകൺവീനിയൻസി മാറി കഴിഞ്ഞ് ഇനിയിപ്പോൾ ഷൂട്ട് തുടങ്ങി 5ാമത്തെ ദിവസം ജോയിൻ ചെയ്യേണ്ട നായികയാണ്. ഷെഡ്യൂളൊക്കെ ഇട്ട് വെച്ചേക്കണ നായികയില്ല. ഇനി ലോകത്ത് നോക്കാൻ ഒരു നായികയില്ല. ലാസ്റ്റ് അവസാനത്തെ ഓപ്ഷൻ ആയിരുന്നു. അല്ല അവസാനത്തല്ല, തന്നോടല്ലേ ആദ്യം ചോദിച്ചു. അപ്പൊ താൻ മറ്റേ തെലുങ്കോടെന്ന് പറഞ്ഞു. ഇയാള് ഭയങ്കര ബിസി എന്ന് പറഞ്ഞ് പോയതാ. അത് വേറെ കാര്യം കേട്ടോ. മറ്റേ കാസ്റ്റിംഗ് നടക്കുന്നതിന് മുമ്പ് ആദ്യം അപ്രോച്ച് ചെയ്തായിരുന്നു. അപ്പൊ ഡേറ്റ്സിന്റെ ചെറിയൊരു ഇഷ്യൂ ഉള്ളത് കൊണ്ട്, കാരണം പിന്നെ ഇത് കട്ടപ്പനയാണല്ലോ, കട്ടപ്പനയിൽ നിന്ന് കൊച്ചിൻ വന്ന് അവിടുന്ന് ഒരു ഫ്ലൈറ്റ് എടുത്ത് ഞാൻ അതെനിക്ക് ഷട്ടിലിംഗ് പോസിബിൾ ആയിരുന്നില്ല. അറ്റ്ലീസ്റ്റ് കൊച്ചിനിലായിരുന്നെങ്കിൽ കൂടെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നു. കട്ടപ്പനയിൽ നിന്ന് ട്രാവൽ ചെയ്ത് വന്ന് പോവാന്നുള്ളത് പോസിബിൾ അല്ലാത്തതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പൊ ശ്രീൻ ചേട്ടനും മമ്മി ചേച്ചിക്ക് ആ സമയത്ത് വേറെ ഏതെങ്കിലും മൂവിയുടെ ഷൂട്ട് ഉണ്ടായിരുന്നു, ലൈക്ക് ഓവർലാപ്പ് ചെയ്തിട്ട്? എനിക്കുണ്ടായിരുന്നു ഒറ്റപ്പടം, വൺ ടൈം വൺ മൂവി. ശ്രീൻ ചേട്ടന് വേറെ ഒന്നും ഇല്ലായിരുന്നു? ഐ വാസ് ഓൾസോ ഡൂയിങ് ജയഗണേഷ്, ഉണ്ണിമൂന്നിന്റെ മൂവി. അതായത് ലിറ്റിൽ ഹാർട്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ണിമൂന്നിന്റെ പ്രോജക്റ്റും കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ. നിങ്ങൾ ഈ ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഹെയർ കട്ടോ അങ്ങനെ ബോഡി എന്തെങ്കിലും മാറ്റിയിട്ടുണ്ടോ? എന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്, ഇപ്പം ഷെയ്ൻ ചെയ്ത ക്യാരക്ടർ എന്ന് പറയുന്നത് പക്ക അവിടെ കട്ടപ്പനയിൽ ജീവിക്കുന്ന ഒരാളാണ്, അങ്ങനെയുള്ള ഒരാളാണ്. പക്ഷെ എന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അത്രയും ഞാൻ പുറത്ത് പോയി പഠിച്ചിട്ടൊക്കെ ഉള്ള അങ്ങനെയുള്ള അതൊന്നും കാണിക്കുന്നില്ലെങ്കിലും കുറച്ച് അങ്ങനെ ഒരു കുറച്ചൊക്കെ സെൻസുള്ള കുറച്ചിങ്ങനെ പുറം ലോകം അങ്ങനെയൊക്കെ ഒരു വിഷനൊക്കെ വെച്ച് നടക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ അത്രയും അങ്ങോട്ട്, ഇപ്പം ഷെയ്ൻ്റെ ക്യാരക്ടർ ഉള്ളതുപോലെ അത്രയും ഞാൻ അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് എല്ലാം ചെയ്യുന്ന ഒരാളല്ല. എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയാലും ഞാൻ കുറച്ച് അത്യാവശ്യം ഡീപ്പ് റൂട്ടഡ് ആയിട്ടൊരു കട്ടപ്പനക്കാരിയല്ല. അല്ല. അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായും അങ്ങനെ ഒരു ബോഡി ലാംഗ്വേജിലോ എൻ്റെ അപ്പിയറൻസിലോ എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഈവൻ എൻ്റെ ഡയലോഗ്, എൻ്റെ കോൺവെർസേഷൻ ആയാലും ഇപ്പോൾ ഈ കട്ടപ്പനയിൽ പറയുന്ന അതേ സ്ലാങ് എനിക്ക് എന്നോട് അത് തന്നെ ഫോളോ ചെയ്യേണ്ടതാണ്. എൻ്റെ ക്യാരക്ടർ അത് ഫോളോ ചെയ്യുന്നില്ല. ചില സ്ഥലങ്ങൾ അല്ല, ഡബിംഗിൽ അത് ചെയ്യിച്ചു. ഡബിംഗിൽ കുറച്ചത് ചെയ്തിട്ടുണ്ട്. പക്ഷേ അല്ലെങ്കിലും നന്നായിട്ട് തോന്നിയായിരുന്നു. ഞാൻ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഡബ് ചെയ്തപ്പോൾ കട്ടപ്പന സ്ലാങ് നന്നായിട്ട് പിടിച്ചായിട്ട് തോന്നി. താങ്ക് യു. നിങ്ങൾ രണ്ടുപേരും കണ്ടതിൽ വളരെ സന്തോഷം. സോ നിങ്ങളുടെ കെമിസ്ട്രി നൈസാണ്. ബട്ട് ഞാനിപ്പോൾ ഔട്ട് ഓഫ് ദ മൂവി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാണ്. സോ ശ്രീൻ ചേട്ടാ, നാളെ February 7th ആണ്. അതായത് കുമ്പളങ്ങി നൈറ്റ്സ് ഇറങ്ങിയിട്ട് 5 കൊല്ലമാണ് നാളെ. അതെ, 5 കൊല്ലം. സോ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് കുമ്പളങ്ങി നൈറ്റ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. സോ അതാണ്. സോ ബോബി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇന്ന്, സോ ആ ഒരു ഇമ്പാക്ട് ചേട്ടൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ ആ ഒരു കുമ്പളങ്ങി നൈറ്റ്സിൻ്റെ ആ ഒരു സെറ്റിൽ, പ്രത്യേകിച്ച് ഞാൻ സൗബിൻ്റെ ഒരു ഡൈഹാർഡ് ഫാനാണ്. സോ ആ സൗബി മച്ചാനെ കുറിച്ചും ആ ഒരു ഇതും കുമ്പളങ്ങിനെ കുറിച്ചൊക്കെ ഞാൻ എന്താണ് ബ്രോ പറയേണ്ടത്? എനിക്ക് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ദിവസം മൊത്തം വേണ്ടി വരുമല്ല. ഞാൻ പറയാം. ഇപ്പം അത് ഞാൻ എൻ്റെ ബ്രദറിനെ പോലെ തന്നെ കാണുന്ന അത്രയും ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ഇഷ്ടമുള്ള ഒരു ആക്ടറുമാണ്. എൻ്റെ ആദ്യമായിട്ട് സിനിമയിൽ എന്നെ റെക്കമെൻഡ് ചെയ്യുന്നത് സൗബികയാണ്. സൗബിക അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തൊരു പടത്തിൽ, അൻവർ എന്ന് പറഞ്ഞ സിനിമയിൽ സൗബിക എന്ന അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്. അതിലാണ് ഞാൻ ചെറുതായിട്ട് തല കാണിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ അന്നയും റസൂല്, അത് എനിക്ക് തോന്നുന്നു ബാസ്റ്റി ചെയ്യാനിരുന്ന ക്യാരക്ടറായിരുന്നു, അന്നയുടെ അനിയൻ്റെ ക്യാരക്ടർ. അങ്ങനെ എന്തോ മാറി അവസാനത്തെ നിമിഷം എന്നെ റെക്കമെൻഡ് ചെയ്ത് അവിടെ ഞാൻ വരുന്നു. അവിടെ നിന്നാണ് എനിക്ക് ഈ പറഞ്ഞ രാജീവ് സാറായിട്ട് കോൺടാക്ട് ചെയ്യുന്നു. കിസ്മത്ത് എന്ന് പറഞ്ഞ സിനിമ സംഭവിക്കുന്നു. അപ്പോൾ ബേസിക്കലി എൻ്റെ ഒരു തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു, പിന്നെ എല്ലാത്തിനുപരി പറവ എന്ന് പറഞ്ഞൊരു സിനിമയിൽ എനിക്ക് അത്രയും നല്ലൊരു പവർഫുൾ ക്യാരക്ടറായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് കടപ്പാടും സ്നേഹവുമുള്ള ഒരു വ്യക്തിയാണ് സൗബിക. പിന്നെ കുമ്പളങ്ങി നൈറ്റ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇനി എനിക്ക്, അതായത് ചില സിനിമകളുണ്ടാവുമല്ലോ, നമ്മുടെ മുഴുവൻ എല്ലാം, നമ്മുടെ ജീവിതം മുഴുവനായിട്ട് അർപ്പിച്ച് ചെയ്തു എന്ന് പറഞ്ഞൊരു പടം ഉണ്ടാകുമെങ്കിൽ ഇനി എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം. ഇന്ന് അതായത് എനിക്കൊരു പേഴ്സണൽ ലൈഫ് ഇല്ലായിരുന്നു ആ സമയത്ത്. അതായത് ആ ക്യാരക്ടർ അല്ലാണ്ട് എനിക്കൊരു ജീവിതമേ ഇല്ലായിരുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു രീതിയിൽ ചെയ്ത പടം. അതൊക്കെ അന്നത്തെ നമ്മുടെ ആ പ്രായത്തിൽ കുറേയൊക്കെ പറ്റും. ഇന്നിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ ഒരു ഫാമിലിയും കുറച്ചും കൂടെ സൊസൈറ്റിയൊക്കെ നോക്കി ജീവിക്കേണ്ട ഒരു ജീവിതം നമുക്കും ഉണ്ടല്ലോ. അതാണ് റിയാലിറ്റി അറ്റ് ദി എൻഡ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇനി എനിക്ക് അത്രയും ഇൻവോൾവ് ചെയ്തൊക്കെ ഒരു പടം ഇനി നാളെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല.
കാര്യം അങ്ങനെ ഒരാളായിട്ട് ഞാൻ ലിറ്ററലി ജീവിച്ച് ഉറങ്ങി എഴുന്നേക്കുന്ന പോലും ബോബീനെ പോലെ അതൊക്കെ തന്നെയാണ് ജീവിച്ചത്. അതായിരുന്നു ഒരു രസമായിരുന്നു. എനിക്ക് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ സൗബിക്കാട എനിക്ക് തോന്നുന്നത് അത്രയും നല്ലൊരു പെർഫോമൻസ് വേറൊരു പടത്തിലും വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ ലെവൽ പരിപാടിയായിരുന്നു അതിനകത്ത് പിടിച്ചേക്കണം. അങ്ങനെയൊക്കെ തന്നെ. ഹായ് ഹായ് ഹായ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ റിവ്യൂ ബോംബിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം വളരെ ചർച്ച ഉടലെടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ കുറേ മലയാളം പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ ഈ റിവ്യൂ ബോംബിംഗ് മലയാള സിനിമയെ നശിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷൈൻ ചേട്ടനും ചേച്ചിയുടെ ആ ഒരു ഇതിലൊരു ടേക്ക് എങ്ങനെയാണ്? ആൻഡ് തമിഴ് ഇൻഡസ്ട്രിയിലും മലയാളം ഇൻഡസ്ട്രിയിലും ഇത് സെയിം തന്നെയാണോ, എങ്ങനെയാണ് അറിയാൻ വേണ്ടി ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. തമിഴ് ഇൻഡസ്ട്രിയിൽ സിനിമ രണ്ടുപേരുടെയും ഞാൻ പറയാം. ഞാൻ തമിഴിൽ അഭിനയിച്ചിട്ട് പറഞ്ഞാൽ മതി. അല്ല, മലയാളത്തിൽ തുടങ്ങിക്കോ, ഞാൻ തമിഴിലെ കാര്യം പറയാം. അതായത് റിവ്യൂ ബ്രോ ഇപ്പം എല്ലാവർക്കും പേഴ്സണലായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു ചെറിയൊരു വിഷയം കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ജെന്യുവിനല്ല. ജെന്യുവിനായിട്ട് ചെയ്യുന്ന 10 പേരുണ്ടെങ്കിൽ ഒരു 10 പേരെടുത്താൽ അതിലൊരു 4 പേര് ജെന്യുവിനാണെന്ന് ഞാൻ പറയും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ. കാര്യം ബാക്കിയുള്ളതിൽ ചെറിയൊരു ഗെയിമുണ്ട്, ചെറിയൊരു പൊളിറ്റിക്സ് ഉണ്ട്. അത് വേറെ ഒന്നുമായിട്ടല്ല, അതൊരു ബിസിനസ്സായിട്ടും കൂടെ കാണുന്ന കുറച്ച് പേരുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല, അതുണ്ട്. അവിടെയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇത്രയും പേര് കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇത്രയും പേര് അവർ ഫോളോ ചെയ്യുന്ന ഒരു ആൾക്കാർക്ക് വേണമെങ്കിൽ അവരുടെ അഭിപ്രായം പറയാം. അഭിപ്രായം ഇഷ്ടപ്പെടുന്നു കാണുന്ന ഒരാൾക്ക് ആ അഭിപ്രായത്തെ വിശ്വസിക്കാം. നല്ലതാണെങ്കിൽ പോയി കാണാം. പക്ഷെ എല്ലാവർക്കും അവരുടേതായ പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ടല്ലോ. നമുക്ക് ഇത്രയും നാളെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവ്യൂ വന്നുകൊണ്ടിരുന്നത് എങ്ങനെയാണ്? കൂടിപ്പോയി കഴിഞ്ഞാൽ ഹിന്ദു ന്യൂസ് പേപ്പറിലൊക്കെ എന്തെങ്കിലും ഒരു സാധനം വരും, അതും വളരെ മാന്യമായിട്ട് ആ പടത്തിനെ പറ്റി പരിപാടി വരും. ഇങ്ങനെ ഒരു ട്രോൾ സിസ്റ്റം പരിപാടിയിലോട്ടൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ബേസിക്കലി ഇപ്പം നമുക്ക് എല്ലാവർക്കും എല്ലാ പടവും വർക്കാവണമെന്നില്ല, പക്ഷെ എന്നാലും വർക്കായില്ല എന്ന് പറയാം. അതിനെ നശിപ്പിക്കാതിരിക്കുക എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. ട്രോൾ ചെയ്യാതിരിക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കലാകാരൻ്റെയൊക്കെ മനസ്സ് പിഞ്ച് ഹൃദയമായിരിക്കും. അത് ഇല്ല, ഞാനുള്ള കാര്യം പറയാണ്, ഞാനിപ്പോൾ കുറേയൊക്കെ മാറി, കുഞ്ഞു മനസ്സായിരിക്കും ബ്രോ. അപ്പം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ ഒരുപാട് കുത്തി നോവിക്കുമ്പോഴത്തേക്കും അവരുടെ ആ സ്പിരിറ്റ് നഷ്ടപ്പെട്ടു. എൻ്റെ ഒന്നും പോകില്ല, കാര്യം അതിനൊക്കെ പോകാണെങ്കിൽ പണ്ടേ പോയേനെ. ഞാൻ പറയാണ് ആ ഒരു രീതിയിലുള്ളൊരു അപ്രോച്ച് അല്ലാതെ കുറച്ചും കൂടെ വളരെ ഓക്കെ ഇയാൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടൊരു സാധ്യതയും കൂടി ഇട്ടിട്ടുള്ളൊരു റിവ്യൂ പറയാം. ഇപ്പം ഇങ്ങനെ പറയാമല്ല, എനിക്ക് ഇങ്ങനൊരു സംഭവം കൂടെ വന്നിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആക്കാമായിരുന്നു എന്ന് പറഞ്ഞൊരു പരിപാടിയും കൂടെ പറഞ്ഞു വേണമെങ്കിൽ പറയാം. ഇതാണ് എൻ്റെ ഒരു ടേക്ക്. എന്ന് വെച്ച് ഇങ്ങനെയൊക്കെ വന്നെന്ന് ഓർത്തിട്ട് ഒന്നും സംഭവിക്കാനൊന്നും പോകണമെന്നില്ല. ഒരു പടം വിജയിക്കണമെങ്കിൽ ഓഫ് കോഴ്സ് അത് വിജയിക്കുക തന്നെ ചെയ്യും. എന്നാലും ഇത്തരം പേഴ്സണൽ സാധനങ്ങൾ ഇപ്പോൾ ഈ ഒരു ആഫ്റ്റർ കൊറോണ ടൈമാണ് ഈ ഒരു ഇത്രയും റോസ്റ്റിങ് ഇത്ര സാധനങ്ങളൊക്കെ വന്നേക്കണത്. എനിക്ക് മനസ്സിലാവുന്നത് എന്ത് രീതിയിലാണ് അത് എനിക്കൊന്ന് മനസ്സിലായ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ ഉള്ളിലുള്ള ഒരു എന്തോ ഒരു സാധനത്തിന് ഒരു ഈഗോ പരിപാടിനെ അത് ഉണർത്തുന്നുണ്ടോ? ഇതിങ്ങനെ പറയുമ്പോഴും വേറൊരാളെ കളിയാക്കുമ്പോഴും വേറൊരാളെ ട്രോളുമ്പോൾ അപ്പോൾ ഒരു കുറച്ച് സുപ്പീരിയർ സാധനം അവർക്ക് കാണുന്നവർക്കും കിട്ടുന്നുണ്ട്, ഈ പറയുന്നവർക്കും കിട്ടുന്നുണ്ട്. പക്ഷെ അത് ഇതേ വ്യക്തി തന്നെ വേറൊരു അതേ സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ട് ഇയാളെയാണ് നമ്മൾ ട്രോളണമെങ്കിലോ എന്ന് എപ്പോഴും നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ്. പേഴ്സണലി അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇതാക്കാതിരിക്കുക. നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രൊഫഷണലി ഒരാളെ അംഗീകരിച്ചില്ലെങ്കിൽ പോലും അയാളെ പറ്റിയിട്ടുള്ളൊരു മോശമായ പരിപാടികൾ, അങ്ങനെ ഒരു ഹെയ്റ്റ് പരിപാടികൾ പൊതുവെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുത്ത് കളഞ്ഞു നോക്കുക. കുറേയും കൂടെ ഒരു മനസ്സിനൊക്കെ ഒരു സമാധാനം ഉണ്ടാവും. പൊതുവേ നമ്മൾ ഈ ബാക്കിയുള്ള ഒരാളുടെ ഒരു കുറ്റമല്ലേ നമ്മൾ ഈ പറഞ്ഞ ട്രോൾ റോസ്റ്റിലിരുന്ന് നമ്മൾ എൻജോയ് ചെയ്യണത്. അതൊരു നല്ലൊരു പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതാണ് എൻ്റെ ഒരു ടേക്ക് ഈ പറഞ്ഞ മൊത്തം പരിപാടിനെ കുറിച്ച്. ഓക്കെ, ഇനി തമിഴിൻ്റെ കാര്യം ചോദിച്ചു. ഇല്ല, പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കാശ് കൊടുത്ത് തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. കാരണം അവരാണല്ലോ കാശ് കൊടുത്ത് പോയി കാണുന്നത്. പക്ഷേ നമ്മൾ എന്ത് അഭിപ്രായം പറയുമ്പോഴും മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാതെ നമുക്ക് പറയാമല്ലോ. ഇപ്പോൾ നമുക്കൊരു കാര്യം കാണുമ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിന് ഇങ്ങനെയുള്ള പോരായ്മകളുണ്ട് എന്ന് പറയാം. അതല്ലാതെ നമ്മൾ അവരെ ഹേർട്ട് ചെയ്തുകൊണ്ട്, ഇപ്പോൾ നേരത്തെ ഷെയ്ൻ പറഞ്ഞതുപോലെ വേദനിപ്പിച്ചുകൊണ്ട് എന്തിനാ, അതൊരു പോസിറ്റീവായ കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്ത് കാര്യം പറയുമ്പോഴും നമ്മൾ അതിൻ്റെ ഡ്രോബാക്സ് പറയുന്നതാണെങ്കിൽ നമുക്കത് പോസിറ്റീവായിട്ട് പറയാം. പക്ഷേ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല രീതിയിലും നമ്മൾ വോണ്ടഡ് ആയിട്ട് ഹേർട്ട് ചെയ്യണം അല്ലെങ്കിൽ അതിനെ ഡീഗ്രേഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരുപാട് റിവ്യൂസും വരുന്നുണ്ട്. ഇപ്പം തമിഴ്, അത് മലയാളം തമിഴ് എന്നൊന്നുമില്ല, അത് എല്ലായിടത്തും ഇതൊക്കെ മനുഷ്യൻ്റെ ചിന്താഗതികളല്ലേ, അത് ലാംഗ്വേജ് അല്ലല്ലോ അവിടെ ബാരിയർ, ചിന്താഗതികളാണ്. അപ്പം അത് മലയാളം ഇത്രയും ഹാർഷായിട്ടുള്ള റിവ്യൂസ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ പല റിവ്യൂസും ജെന്യുവൻ അല്ലാത്ത റിവ്യൂസ് ഒക്കെ വരാറുണ്ട്. ജെന്യുവൻ അല്ലാത്ത റിവ്യൂസ് എല്ലാ സിനിമയും, അതായത് അവരൊരു സോർട്ട് ഓഫ് ഡോമിനൻസ് ആണോ ഞങ്ങൾ റിവ്യൂ ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്കൊരു സോർട്ട് ഓഫ് ഡോമിനൻസ് ഉണ്ട്, ഞങ്ങൾ പറയുന്നതാണ് ശരി എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ആയിരിക്കാം അത്. സിനിമയെ ജനറലായിട്ട് അത് മോശം ഇത് മോശം എന്ന് പറയുന്നത് അങ്ങനെ പറയാൻ നമുക്കത് പോസിറ്റീവായിട്ടും പറയാം. അത് തമിഴിലും ഉണ്ട്.
പക്ഷെ ഇത്രയും ഹാർഷായി ട്രോളിങ് റോസ്റ്റിംഗ് എന്നുള്ള രീതിയിലോട്ടൊന്നും തമിഴ് റിവ്യൂസ് പോയിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതെനിക്ക് പറഞ്ഞാൽ അവരുടെ കൾച്ചറിനെയും കൂടെയാണ് ബ്രോ. അവർ പൊതുവേ ഒരു കുറച്ച് അല്ല ഒരു കുറച്ചും കൂടെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് പൊതുവേ തമിഴന്മാർ. എനിക്കത് തോന്നിയിട്ടുണ്ട് പേഴ്സണലി. പിന്നെ കലാകാരന്മാരോടൊക്കെ ഭയങ്കര ഒരു പ്രത്യേക റെസ്പെക്ട് സാധനം കാണിക്കും. അതെ അതെ. ഇവിടെ നമ്മുടെ വെടക്കാക്കി തനക്കാക്കലാണ് നമ്മുടെ ഇവിടുത്തെ ഏർപ്പാട്. അത് ഉള്ള കാര്യം ഉള്ള പോലെ പറയണം, അത് സത്യമുള്ള കാര്യം. പക്ഷെ അവിടെ അങ്ങനെയല്ല ബ്രോ, നമുക്ക് തന്നെ റെസ്പെക്ട് തരും. ഇപ്പം ഞാനിപ്പോൾ ഇതുവരെ കേട്ടോ, നാളെ എന്താണെന്ന് എനിക്കറിയില്ല, ഇതുവരെ നമുക്കൊരു കാര്യം പറയുമ്പോൾ നമ്മളോട് വളരെ ഒരു കാര്യത്തിൽ സംസാരിക്കുന്ന ഡീലിംഗ് ആണെങ്കിലും അതിൻ്റെ ഒരു പരിപാടി സംസാരിക്കണം എല്ലാം ഭയങ്കര ഒരു റെസ്പെക്ട്ഫുള്ളാണ് പൊതുവെ അവിടെ. ചേട്ടൻ എങ്ങനെയാണ് കഥാപാത്രങ്ങളൊക്കെ സ്വീകരിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണോ? പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കാണാറുണ്ടല്ലോ ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സൊക്കെ വില്ലൻ റോളിലൊക്കെ വരുന്നത്, അങ്ങനെയൊക്കെ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാനൊക്കെ താല്പര്യമാണ്? വില്ലൻ ചെയ്യാൻ താല്പര്യമില്ല. എന്താണെന്ന് മനസ്സിലാവണം, വില്ലൻ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഇല്ല. വേണമെങ്കിൽ ഇപ്പം വില്ലനായ ഒരു നായകനായിട്ട് വേണേൽ അഭിനയിക്കാം. ഇപ്പം നിങ്ങൾ ആനിമലിലെ കഥാപാത്രത്തിന് നിങ്ങൾ വില്ലനായിട്ട് ചിലർ പറയുന്നുണ്ടല്ലോ, വേണമെങ്കിൽ അങ്ങനത്തെ കഥാപാത്രമൊക്കെ അഭിനയിക്കാം. പക്ഷെ അത് നായകനായിരിക്കണം. സിനിമ ഉണ്ട്, അപ്പൊ അതിന്റെ കാര്യം ഞാൻ ആ പടത്തിൽ ഞാൻ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിന് എനിക്ക് പൊളിക്കാൻ പറ്റില്ല. ഇല്ല, ഞങ്ങൾ ടീം കുറച്ച് പേര് ചേർന്നിട്ടാണ് ഒരു ഓഫ് ഡേയിൽ ഞങ്ങൾ ടീമിൽ കുറച്ച് മെമ്പേഴ്സ് ചേർന്നിട്ടാണ് പോയി സിനിമ ഉണ്ട്. എനിക്ക് സിനിമ ആസ് എ ക്രാഫ്റ്റ് വർക്കായെങ്കിലും ഷെയ്ൻ എൻജോയ് ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് ഒട്ടും സന്തോഷമാണ്. ഓരോ സീനാണെന്ന് ഞാൻ ഈ മനുഷ്യന്റെ കൂടെ ആണല്ലോ തിയേറ്ററിൽ വന്നതെന്നായി ഇപ്പൊ എനിക്ക്. ഞങ്ങൾ അതിന് ശേഷം 2 ദിവസം അവസാനം ഷെയ്ൻ പ്ലീസ് പറ, എനിക്ക് ഇഷ്ടപ്പെട്ട പോരെ എല്ലാം ഇയാൾ പറഞ്ഞ കറക്റ്റാന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിച്ചില്ല. ഞാൻ എല്ലാം വിട്ട് അവസാനം ഷെയ്ൻ എന്നെ കാണും, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സിനിമ പോരെ. ലൈക്ക് ഇവിടെ SS കോളേജിൽ ഞാനടക്കം ഒത്തിരി സിനിമ ആസ്പിറൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ചേച്ചി എങ്ങനെയാണ് ഈ മലയാളം അല്ലെങ്കിൽ തമിഴ് ഫിലിം സിനിമ ഇൻഡസ്ട്രിയിലേക്ക് എങ്ങനെ വന്നു? ഓഡിഷനിൽ കൂടെ ആണോ, എങ്ങനെ, അതൊന്ന് പറയാമോ? എനിക്ക് ഭയങ്കര ആക്സിഡൻ്റലി സർപ്രൈസിംഗ്ലി എന്നൊക്കെ പറയാം സംഭവിച്ചതാണ്. ഞാൻ ചിലപ്പം ചെറുപ്പം തൊട്ട് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമയിൽ വരണം എന്നുള്ളത്. സംഭവിച്ചതാണ്. എന്നെ ഒരു സ്ഥലത്ത് വെച്ച് ഒരു ഡയറക്ടർ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് എന്നെ കണ്ടിട്ടാണ് എന്നെ ഒരു പടത്തിലോട്ട് വിളിക്കുന്നത്. ഒരു സിസ്റ്റർ ക്യാരക്ടർ ചെയ്യാനാണ് വിളിക്കുന്നത്. ഒരു തമിഴ് കാര്യസനിലല്ല, ഒരു തമിഴ് സിനിമയിൽ അമല പോളിൻ്റെ സിസ്റ്ററായിട്ട് ആ ക്യാരക്ടർ ചെയ്യാനാണ് എന്നെ വിളിക്കുന്നത്. അപ്പം ഞാൻ ലൊക്കേഷനിൽ പോന്നു. ഞാനപ്പോൾ 10th പഠിച്ചുകൊണ്ടിരിക്കുക, 9th കഴിഞ്ഞ സമയം. അപ്പം ഞാൻ ലൊക്കേഷനിൽ പോകുന്നു, ഞങ്ങൾ റെഡി ആവുന്നു. ഞാൻ എല്ലാം റെഡി ആയതിനു ശേഷം പോയി നിന്നപ്പം ഹൈറ്റിൻ്റെ, അപ്പം ഞാൻ ഹൈറ്റ് ഓൾമോസ്റ്റ് എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്ന സിനിമയിൽ ഒരുപാട് പ്രായം കുറഞ്ഞ ഒരു അനിയത്തിയാണ്. ഒരു പക്ഷെ എന്നെ അന്ന് കാണുമ്പോൾ ചെറിയ കുട്ടിയായി തോന്നി കാണുമായിരിക്കാം. ലൊക്കേഷനിൽ പോയി നിന്നപ്പം അങ്ങനെ അത് തോന്നിയില്ല. അപ്പം ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ട് നിൽക്കുക. ഞാൻ ഷോട്ടിന് പോയി നിൽക്കുമ്പോഴാണ് ഡയറക്ടർ ഇങ്ങനെ പറയാൻ എന്തൊക്കെയോ പറയുന്നൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് എന്നോട് മാനേജർ വന്ന് പറയുന്നത്, ഈ ക്യാരക്ടർ പറ്റില്ല കേട്ടോ, ഹൈറ്റിൻ്റെ ഡിഫറൻസ് ഓക്കെ അല്ല, നമുക്ക് വേറൊരു ക്യാരക്ടർ ചെയ്യാമെന്ന്. അതാണ് ഞാൻ ആദ്യം പോകുന്നത്. അപ്പോൾ എനിക്ക് ഇട്ട മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അങ്ങനെ അവിടുന്ന് തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സിനിമയിലൊന്നും അഭിനയിക്കില്ല എന്നൊക്കെ വന്ന് ഭയങ്കര വിഷമത്തോടെയൊക്കെ തിരിച്ചു വന്നത്. പക്ഷെ അവിടുന്ന് എൻ്റെ ഫോട്ടോസ് എങ്ങനെ കിട്ടി, എന്ത് കിട്ടിയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടെ. ആരോ എൻ്റെ ഫോട്ടോസ് അവിടുന്ന് എടുത്ത് ഒരു തമിഴ് പ്രൊഡ്യൂസർക്ക് അയച്ചു കൊടുത്തിട്ട് അങ്ങനെയാണ് വിളിക്കുന്നത്. പിന്നെ അങ്ങനെയാണ് അവിടുന്ന് എൻ്റെ ഫോട്ടോസ് കണ്ടിട്ടാണ് ഞാൻ മലയാളത്തിൽ കാര്യസ്ഥലിനും വിളിക്കുന്നത്. അപ്പം നമ്മൾ ഒരു കാര്യം ഒരുപാട് ആഗ്രഹിക്കുമ്പോൾ ദൈവം സാധിച്ചു തരുമെന്ന് പറയും. ദൈവം വാട്ട് എവർ, ഞാൻ വിശ്വസിക്കുന്ന ഒരു പവർ ഉണ്ട്. അത് ദൈവം എന്നുള്ളതല്ലാതെ ഞാൻ വിശ്വസിക്കുന്ന ഒരു പവർ ഉണ്ട്. ആ പവർ നമുക്ക് നടത്തി തരുമെന്ന് പറയുമല്ലോ. അതുപോലെയാണ് ഇപ്പം നമുക്കൊരു കാര്യം ഒരുപാട് ഇഷ്ടമാണെങ്കിൽ യു ട്രൈ യുവർ ബെസ്റ്റ്. നടക്കോ ഇല്ലയോ എന്നുള്ളതിൽ അങ്ങനെയൊന്നും ചിന്തിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് വരാനുള്ളതാണെങ്കിൽ വരും. ചേച്ചിയുടെ ഫാമിലിയൊക്കെ സപ്പോർട്ടായിരുന്നോ? ഫുൾ സപ്പോർട്ടായിരുന്നു. ഞാൻ ആദ്യം ഓഡിഷനായിട്ട് പോയിട്ടില്ല. പക്ഷെ ഞാൻ ഈ പോകുമ്പോഴൊക്കെ എൻ്റെ പേരൻസ് 2 പേരും എൻ്റെ കൂടെ വരുമായിരുന്നു. ഇപ്പോഴും അവർ ഫുൾ സപ്പോർട്ടാണ്. അപ്പം RDX ആണോ ലിറ്റിൽ ആർട്സ് ആണോ നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയിട്ടുള്ളത്? ഞങ്ങൾ ഒരുമിച്ചുള്ള എക്സ്പീരിയൻസ് ആണ്. ഒരുമിച്ചുള്ള എക്സ്പീരിയൻസ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ലിറ്റിൽ ഹാർട്സ് ആയിരിക്കും. കാരണം RDX ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഷെയ്ൻ കുറച്ച് ക്യാരക്ടർ മൂഡൊക്കെ പിടിച്ചിരിക്കുന്ന ആളാണ്. RDXൽ ഞാൻ സത്യം പറഞ്ഞാൽ ലിറ്റിൽ ഹാർട്സിന്റെ ഞാൻ ഐ ടെൽ യു ദിസ് വെരി ആ മൂഡിലാ പുള്ളി, ഫുൾ ടൈം ആ മൂഡിലാ. എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ കാർണിവൽ സീക്വൻസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ജയന്റ് വീലുണ്ട്. ജീവിതം അങ്ങനെയായിരുന്നു. ഇല്ല ഒരു വലിയൊരു ജയന്റ് വീൽ ഉണ്ടായിരുന്നു അവിടെ. അപ്പം ഞാൻ ഫുൾ ടൈം ഫൺ മൂഡിലായിരിക്കും. എനിക്ക് സീനും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല എൻ്റെ മൈൻഡ്. ഞാൻ എപ്പോഴും ഒരു ന്യൂട്രലാണ്. ഞാൻ എപ്പോഴും ഭയങ്കരമായി എന്നെ എഫക്റ്റ് ചെയ്യൊന്നുമില്ല സീൻസ് ഒന്നും.
അപ്പോൾ ഈ ജയൻ്റ് വീല് കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ലൊക്കേഷനിലുള്ള എല്ലാവരും അതിൽ കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഷെയ്ൻ ഇങ്ങനെ ഭയങ്കര മൂടിയായി. ആ സീനൊക്കെ ഓർമ്മയുണ്ടല്ലോ, എന്താണ് സീനും പരിപാടിയൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഷെയ്ൻ ഇങ്ങനെ ഭയങ്കര മൂടിയായി ഇങ്ങനെ, പിന്നെ കുറച്ച് ഇഷ്യൂസൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെ ഭയങ്കര മൂടിയായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇയാളൊന്ന് ചേർപ്പ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ നമുക്ക് ജയൻ്റ് വീലിൽ പോകാമെന്ന്. ഇല്ല, അത്രേ ഉള്ളൂ, നോ, ഇത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ വെച്ചത് എന്തും മനുഷ്യനാണ്, കുറച്ച് മയത്തിലൊക്കെ പറഞ്ഞൂടെ. ഇതായിരുന്നു ഞാൻ വളരെ മയത്തിൽ പറഞ്ഞില്ല, മുഖത്തെ എന്നാ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോവാം. ഇല്ല, വേണ്ട, ഇത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്ത് മനുഷ്യനായത്. കാരണം റോബർട്ടിന്റെ ക്യാരക്ടറിന് അന്നേരം ആ സമയത്ത് ആ മൂഡാണ്. ലിറ്റിൽ ഹാർട്സിൽ ഞാൻ ഫസ്റ്റ്, അപ്പൊ ഞാൻ ഷെയ്ൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഒരു മൂഡിലാണല്ലോ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ലിറ്റിൽ ഹാർട്സിന്റെ ഫസ്റ്റ് ഡേ ഞാൻ കാറിന്ന് പോയി ഓടി വന്നൊരാൾ കൈ തരുന്നു, ഹലോ നമസ്കാരം വെൽക്കം എന്നൊക്കെ പറഞ്ഞു. വെച്ച് ഞാനിത് RDX കണ്ട ഷെയ്ൻ തന്നെയാണോ കുമ്പിടി. അപ്പൊ ആള് ക്യാരക്ടറിനനുസരിച്ച് മാറും. ഈ സിനിമയിലാണ് ഭയങ്കര അപ്പം ഇതിന്റെ ലൊക്കേഷനിൽ വന്നപ്പോൾ ഷെയ്ൻ ഭയങ്കര ഫ്രീ ആയിരുന്നു. അപ്പൊ ഞാൻ സെക്കൻഡ് ഡേ എങ്ങാനും ചോദിച്ചിട്ടുണ്ടല്ലേ ക്യാരക്ടറിനനുസരിച്ച് നിങ്ങളുടെ പെരുമാറ്റം, ക്യാരക്ടറിനനുസരിച്ച് നിങ്ങളുടെ പെരുമാറ്റം മാറും എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പൊ ഇത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരുന്നു. അല്ല, അപ്പൊ ഷെയ്ൻ ചേട്ടാ ഇപ്പൊ ഭയങ്കര ഫുൾ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഹീറോ, അങ്ങനെ ഒരു പടം ഫുൾ റൊമാൻസ് ആണ്. അത് ജനറലി ഫുൾ ലവിലാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ല, അങ്ങനെ കിട്ടുവാണെങ്കിൽ അപ്പൊ ആ ക്യാരക്ടർ ആയിരിക്കും ഫുൾ ടൈം. അല്ല, അങ്ങനെയല്ല. അത് ഇപ്പൊ ഞാൻ പറയട്ടെ, സീരിയസ് ആയിട്ട് ഇരിക്കുമ്പോഴും ഉള്ളിൽ ലവ് മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഉദ്ദേശം മനസ്സിലായ, അതായത് സ്ഥായി പരിപാടി ഫുൾ ലവിലാണ് കിടക്കുന്നത്. അതിന്റെ മേളിലാണ് ഇതെല്ലാം പണിതുണ്ടാക്കിയേക്കണത്. അപ്പൊ പിന്നെ എനിക്കിതൊന്നും ചെയ്യേണ്ടി വരില്ല. ഇപ്പൊ റൊമാൻസ് ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇടുന്നത് കളഞ്ഞു കഴിഞ്ഞാൽ ഫുൾ അതിനകത്താണ് കിടക്കണത്. ജീവിക്കുന്നതേ അതിനകത്താണ്. കിട്ടി ഏകദേശം. ഓക്കെ, ഇനി ആർക്കും ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലല്ലോ? ഓർമ്മ കൂടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ. ഓക്കെ, ഹായ്. അപ്പോൾ ഇനി മലയാളം ലാംഗ്വേജ് ഫിലിംസ് ചെയ്തിട്ട് ഇപ്പോൾ ചേട്ടൻ തമിഴ് ലാംഗ്വേജിൽ ഡെബ്യൂ ചെയ്യാൻ പോവാണല്ലോ. അപ്പോൾ കരിയറിൽ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പായിട്ടാണ് കണക്കാക്കാം. അതുപോലെ ഒരു ബോർഡർ കൂടി ക്രോസ് ചെയ്തിട്ട് ഹിന്ദി ലാംഗ്വേജ് ഫിലിംസ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും? എല്ലാ ലാംഗ്വേജ് ഫിലിംസ് ചെയ്യാൻ, ലോകത്തോടെ എല്ലാ ലാംഗ്വേജും. യെസ്, ചാൻസ് കിട്ടിയ വരും. ഇതിപ്പം ഞാനിപ്പോൾ കട്ടപ്പനെ ഷൂട്ട് ചെയ്തതുകൊണ്ടും കട്ടപ്പനത്തെ ആൾക്കാരൊക്കെ വളരെ നന്മയുള്ള മനുഷ്യർ അങ്ങനെയൊക്കെയാണല്ലോ. എന്ന് വെച്ചാൽ അവർക്ക് ഇന്നസെന്റ് ആണ്. അവർക്ക് കുറേയും കൂടെ നമ്മുടെ സിറ്റിയിലേക്ക് വരുമ്പോഴത്തേനും ഭയങ്കര ഇന്നസെന്റ് ആണ്. പല കാര്യങ്ങളും അറിയില്ലാത്ത മനുഷ്യരുണ്ട്. ഇപ്പൊ അതേപോലത്തെ ഒരു ക്യാരക്ടർ ചെയ്തതാണ് കെട്ടിയോളാൻ എന്റെ മാലാഖയിലെ ആസിഫിക്ക. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ പല കാര്യങ്ങളും ആസിഫിക്കയ്ക്ക് അതിൽ അറിയില്ലായിരുന്നു? അങ്ങനെ തന്നെയൊന്നല്ല. ഇപ്പൊ അറിയില്ലായ്മ ഉണ്ടല്ലോ, ഇയാളുടെ ഈ പറഞ്ഞ നാട്ടുപുറത്ത് ജീവിക്കുന്ന ഒരാളുടെ അറിവില്ലായ്മയാണ് ഈ സിനിമയുടെ ഒരു ഈ ഇന്നസെൻസിന്ന് വരുന്ന പല അബദ്ധങ്ങളും അവരുടെ കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഈ കഥ എറണാകുളത്ത് കൊണ്ടാണ് നടക്കൂല കാര്യം. സിനിമ മുന്നോട്ടേക്ക് പോകില്ല. കാര്യം ഇവിടെ നമ്മൾ കുറച്ചും കൂടെ നമ്മൾ ഗ്ലോബൽ പരിപാടി ഇവിടെ ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്, ഫോണിലുണ്ട് എന്ന് പറഞ്ഞ പോലെ അത്ര എക്സ്പോഷർ ഉള്ള ഒരാളല്ല. അതിൽ കൂടി ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാവും, ഇൻസ്റ്റയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ തുറന്നിട്ടുണ്ടാവും, അതിനകത്തൊന്നും പോസ്റ്റ് ചെയ്യില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയായിരിക്കും പുള്ളി. അത് ഞാൻ പറഞ്ഞത്. ഒരു ആസിഫ് ഖാടൊക്കെ ഒരു മൂഡ് തന്നെയാണ്. ഓക്കെ, താങ്ക് യു.